മലബന്ധം പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ്. എന്നാൽ പലപ്പോഴും ഇത് ഗർഭകാലത്താണെങ്കിൽ അത് നിങ്ങളിൽ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗർഭകാലത്തുണ്ടാകുന്ന മലബന്ധത്തെ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഒരു തരത്തിലുള്ള മരുന്നുകളും കഴിക്കാൻ പാടില്ല എന്നത് ഈ അവസ്ഥ വളരെ മോശമാക്കുന്നു. എന്നാൽ എന്താണ് ഗർഭകാലത്തെ മലബന്ധത്തിന് കാരണമെന്നോ എന്താണ് ഇതിന് പരിഹാരമെന്നോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗർഭകാലത്ത് സാധാരണമാണ് ഇതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്നാൽ പലപ്പോഴും ഇതുണ്ടാക്കുന്ന അവസ്ഥകളിൽ നിന്ന് രക്ഷിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഇത് ശ്രദ്ധിച്ചാൽ ഗർഭകാലത്തെ മലബന്ധത്തെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നു. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് പ്രതിസന്ധികൾ ഒന്നും തന്നെ ഉണ്ടാക്കാതെ മലബന്ധം എന്ന പ്രതിസന്ധിയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ് ഇനി പറയുന്ന നാടൻ വഴികൾ. ഗർഭകാല ആരോഗ്യ പ്രതിസന്ധികളിൽ പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ചില മാർഗങ്ങളാണ് ഇനി പറയുന്നത്. ഗർഭിണികളിൽ പല വിധത്തിലുള്ള ഹോർമോൺ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഗർഭകാലത്തുണ്ടാവുന്ന ഹോർമോൺ പ്രശ്നങ്ങൾ ദഹനത്തെ സാരമായി ബാധിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ഒരേ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് വിറ്റാമിൻ ആഗിരണം ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇതാണ് പലപ്പോഴും മലബന്ധത്തിന് കാരണമാവുന്നത്. ഗർഭിണികളിൽ മലബന്ധം ഉണ്ടാവുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് കുടലിനുണ്ടാവുന്ന സമ്മർദ്ദം. ഗർഭകാലത്ത് ധാരാളം മരുന്നുകൾ കഴിക്കേണ്ടതായി വരുന്നു. അയൺ സപ്ലിമെന്റ് അടങ്ങിയ പല മരുന്നുകളും കഴിക്കും. ഇതെല്ലാം ചിലപ്പോൾ മലബന്ധത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രതിസന്ധികൾ പിന്നീട് ഉണ്ടാക്കും. ഗർഭിണികളിൽ ഉണ്ടാവുന്ന മലബന്ധത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി പല മാർഗങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നു. എന്തൊക്കെ നാടൻ പ്രതിവിധികളാണ് ഗർഭകാലത്തെ മലബന്ധത്തിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുക എന്ന് നോക്കാം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഗർഭകാലത്താണെങ്കിൽ പോലും നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ദഹന വ്യവസ്ഥയെ വളരെയധികം സഹായിക്കുന്നു. എന്നാൽ നാരുകൾ അടങ്ങിയ ഭക്ഷണത്തിന്റെ അഭാവം പലപ്പോഴും മലബന്ധത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഗർഭിണികൾ ഒരിക്കലും ഭക്ഷണം കഴിക്കാതിരിക്കരുത്. കാരണം ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. വിറ്റാമിൻ സി കൊണ്ട് സമ്പുഷ്ടമാണ് നാരങ്ങ. നാരങ്ങാ വെള്ളം കുടിക്കുകയാണ് ആദ്യത്തെ മാർഗം. ഒരു നാരങ്ങ പകുതി മുറിച്ച് ശുദ്ധമായ വെള്ളത്തിൽ കലർത്തി എന്നും രാവിലെ വെറും വയറ്റിൽ കുടിക്കാം. ഇത് മലബന്ധത്തെ ഇല്ലാതാക്കുന്നു. മാത്രമല്ല ഗർഭകാലത്തുണ്ടാവുന്ന മോർണിംഗ് സിക്നെസ് എന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു. മറ്റൊന്നാണ് തണ്ണിമത്തൻ. ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കുന്നതിനും ആരോഗ്യത്തിനും മികച്ചതാണ് തണ്ണിമത്തൻ. മലബന്ധത്തിന് തണ്ണിമത്തൻ കഴിക്കുന്നതും നല്ലൊരു പരിഹാരമാണ്. ഇത് വയറിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. മാത്രമല്ല ദഹനം പെട്ടെന്നാക്കുന്നതിനും ആരോഗ്യ പ്രതിസന്ധികൾ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗർഭിണികൾക്ക് ധൈര്യമായി തണ്ണിമത്തൻ കഴിക്കാവുന്നതാണ്. ആരോഗ്യ സംരക്ഷണത്തിന് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന ഗുണങ്ങൾ ചില്ലറയല്ല. ഇത് ആരോഗ്യത്തിന് വളരെയധികം മികച്ചതാണ്. ഗർഭകാലത്തും ഇത് വളരെ നല്ലതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഗർഭിണികൾക്ക് ശീലമാക്കാം. മലബന്ധത്തെ ഇല്ലാതാക്കുന്നതിന് വളരെയധികം ഇത് ഉപകാരപ്പെടും. തൈരിൽ അടങ്ങിയിട്ടുള്ള പ്രോബയോട്ടിക് ബാക്ടീരിയ ദഹനത്തെ ഉത്തേജിപ്പിക്കുന്നു. മാത്രമല്ല ഇതിലൂടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇത് മലബന്ധം എന്ന പ്രതിസന്ധിയെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല തൈര് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. എന്നാൽ ഗർഭാവസ്ഥയിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഡോക്ടറെ കാണാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അത് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ പിന്നീട് ഉണ്ടാക്കുന്നു. എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്, എന്താണ് കഴിക്കാൻ പാടില്ലാത്തത് എന്നെല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.